കടുകുമണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഘോഷണത്തിലൂടെയും കാരുണ്യ പ്രവർത്തികളിലൂടെയും എങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ നാം കണ്ടത്. ഇന്ന് നാം കാണാൻ പോകുന്നത് സാമൂഹ്യ സേവനത്തിലൂടെ ഈശോയുടെ സ്നേഹവും കാരുണ്യവും എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നതാണ്. കടുകുമണി കൂട്ടുകാരോടൊപ്പം ഈ പ്രേക്ഷിത യാത്രയിൽ നമുക്കും പങ്കുചേരാം. മിഷനെ അറിയുന്നു, മിഷനെ സ്നേഹിക്കുന്നു, മിഷണറിയാകുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. പ്രേക്ഷിത യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കണ്ട് അനുഭവിച്ച് നമ്മൾ മുന്നേറുകയാണ്. ഇന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് പഠിക്കുവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രേക്ഷിത യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കടുകുമണി കൂട്ടുകാർ വിശ്വസിക്കുന്നു. ഈ ചലനം നമ്മൾ മിഷണറിമാരാകുന്നത് വരെ തുടരണം. കാരണം നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുകയും കാണുകയും ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകരെ, കടുകുമണി അപ്പസ്തലോയുടെ പ്രേക്ഷിത യാത്രയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ എങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇമ്മാനുവേൽ വായിച്ചേ, ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താണ്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 18-19 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, സുവിശേഷം പ്രസംഗിക്കുവാനാണ്, ആ സദ്വാർത്ത അറിയിക്കുവാനാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത്, അയച്ചിരിക്കുന്നത്. അപ്പസ്തലോയി കൂട്ടുകാരായ നിങ്ങളെയും അയക്കപ്പെടുകയാണ്, നിങ്ങളും അയക്കപ്പെടുകയാണ്. എന്തിനുവേണ്ടിയാണ്? ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി, ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കാൻ വേണ്ടി. ഈ സാമൂഹ്യ സേവനത്തിലൂടെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഈ പ്രേക്ഷിത യാത്രയിൽ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. നമുക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടേതായ സാഹചര്യത്തിൽ, നമ്മുടേതായ ജീവിതത്തിൽ നമുക്ക് സാധിക്കും. ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളെല്ലാവരും ചില കുട്ടികളെ നമ്മൾ കളിയാക്കി ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിരിക്കുകയാണ്. പഠിക്കാൻ അല്പം കഴിവ് കുറവാണ്, അല്ലെങ്കിൽ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ താഴ്ന്നു കൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരെയും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി നമ്മളെപ്പോലെ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്, അല്ലെ നമ്മളെപ്പോലെ ജീവിക്കുവാൻ യോഗ്യതപ്പെട്ടവരാണ് അവരെ എന്ന് മനസ്സിലാക്കി നമ്മുടെ ലൈനിലേക്ക് നമ്മളൊപ്പം കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ യേശു പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഇതാണ് ഈ സാമൂഹ്യ സേവനത്തിലൂടെ നമുക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത്. അതിനാൽ പ്രിയ കൂട്ടുകാരെ, നമുക്കറിയാലോ, ഈ പ്രേക്ഷിത കളരിയിൽ, ഈ പ്രേക്ഷിത ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഇതാണ്, നമുക്ക് എല്ലാവർക്കും മിഷണറിമാരാകാം എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രേക്ഷിത യാത്ര തുടരണ്ടേ? പ്രിയ പ്രേക്ഷകരെ, വീണ്ടും നമ്മൾ യേശുവിനെ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്ന് കാണാൻ പോവുകയാണ്. ഈ പ്രേക്ഷിത യാത്രയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് കാണാം, ഒരുമിച്ച് അനുഭവിക്കാം. അതുവഴിയായി മിഷനെ അറിയാം, മിഷനെ സ്നേഹിക്കാം, മിഷണറി ആകുവാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മളിന്നായിരിക്കുന്നത് സാംഗ്ലി ജില്ലയിലെ നാന്ദ്രെ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജോബിച്ചിൻ്റെ നേതൃത്വത്തിൽ സമൂഹത്തിലെ താഴേക്കിടയിൽ കിടക്കുന്നവരെ, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരിക്കുന്നവരെ സ്വയം തൊഴിലുകൾ പഠിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ സാമൂഹ്യ സേവനത്തിലൂടെ ജോബിച്ചൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതും ലക്ഷ്യമിടുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ സന്ദർശിക്കുന്ന ഈ സ്ഥലം ബഹുമാനപ്പെട്ട ജോബിച്ചിൻ്റെ നേതൃത്വത്തിൽ സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലെ MST വൈദികരുടെയും പ്രേക്ഷിതരുടെയും നേതൃത്വത്തിൽ സാമൂഹ്യ സേവനത്തിലൂടെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ താഴേക്കിട കിടക്കുന്നവരെ സ്വയം പര്യാപ്തരാക്കിക്കൊണ്ട് മുൻ സ്ഥലങ്ങളിലേക്ക്, സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുവഴിയായിട്ട് സുവിശേഷ മൂല്യങ്ങൾ, നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും
യേശുവിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നത്. ഇതാ നമുക്ക് ഈ പ്രദേശങ്ങൾ ഇവിടെ ഈ സെൻറ്റർ സന്ദർശിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് ജോബിച്ചൻ പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ നാന്തിര എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. നാന്തിര എന്നുള്ള വില്ലേജിൽ ഇവിടെ നമ്മൾ വികലാംഗരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അതുപോലെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ ഇവിടെയുള്ള മറ്റ് കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ഈ വില്ലേജുകളിൽ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഇവിടെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു നെറ്റിൻ്റെ വ്യവസായമാണ്. ഇവിടെ പല വില്ലേജുകളിലുള്ള മഹിളകൾ ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരായിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ മരിച്ചുപോയി അവർക്കൊന്നും ജീവിക്കുവാനുള്ള വരുമാനമില്ലാത്ത അവരെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെല്ലാം കൂടി ഇവിടെ ഒരുമിച്ച് വന്ന് അവരിങ്ങനെ ഒരു നെറ്റിൻ്റെ വ്യവസായം തുടങ്ങി. അതിന് നമ്മൾ മിഷൻ അവരെ സപ്പോർട്ട് ചെയ്തു. അവരെല്ലാം വന്നിട്ട് ഈ വർക്കിലൂടെ നമ്മൾ അതുകൊണ്ട് ഈശോയുടെ സ്നേഹം, ഇവർക്കെല്ലാം വേണ്ടത് സ്നേഹമാണ് അല്ലേ, അവർക്ക് സ്നേഹം കിട്ടുന്നില്ല ആവശ്യത്തിന്. അപ്പോൾ അവർക്ക് നമ്മൾ ഈശോയുടെ സ്നേഹം കൊടുക്കുന്നതിന് വേണ്ടി അവരെ നമ്മൾ ഈശോയുടെ സ്നേഹം കാണിക്കുന്നതിന് വേണ്ടി ഇവരെ ഒരുമിച്ച് കൂട്ടുന്നു. ഇവരെല്ലാം ഇവിടെ ഒരുമിച്ച് വരുന്നു, ഇവരെല്ലാം ഇവർ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവർ ക്രിസ്മസിനെല്ലാം ഇവർ ഒരുപാട് ഒരു പ്രോഗ്രാമുണ്ട് ഇവരുടെ എല്ലാം. ആ പ്രോഗ്രാമെല്ലാം ഇവർ നടത്തി ഇവർ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാമെല്ലാം വന്നിട്ട് ആ സ്നേഹം നമ്മൾ ഈശോയോട് കൊടുക്കുന്നു. ഈ സ്നേഹത്തിലൂടെ നമ്മൾ സ്നേഹം കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഉന്നമനം വരുന്നു. അങ്ങനെ ഇവിടെ ഈ വില്ലേജിൽ നമുക്ക് ഒരുപാട് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ വില്ലേജിൽ ആദ്യം വരുമ്പം നമുക്ക് ഈ വില്ലേജിലൊന്നും നമ്മളെ അധികം സ്വീകരിക്കുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ വില്ലേജുകളിലെല്ലാം വരുമ്പോൾ ഇവിടെയുള്ള മനുഷ്യരെ നമ്മളെ സ്വീകരിക്കുന്നുണ്ട്, ഈശോയെ കൂടുതലായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷവും ഈശോയുടെ സ്നേഹവും അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് വന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഈ വില്ലേജിൽ എന്താ ചെയ്യുന്നത്, ഈ വില്ലേജിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ചേച്ചിയാണ്, ബാബർ മാഡം എന്ന് പറയും. ആ ചേച്ചി നിങ്ങളോടിപ്പം എങ്ങനെയാണെന്ന് ചേച്ചി ഇവിടെ പറയും കേട്ടോ. नमस्ते, मी माधुरी बाबर. गेली 2010पासून मी या संस्थेशी म्हणजे काम करत आहे. या संस्थेने आमच्यासाठी भरपूर काही केलं आहे. प्रथम म्हणजे अपंगांचं पुनर्वसन ह्या संस्थेमार्फत सांगली मिशन सोसायटीच्या मार्फत ह्या गावामध्ये आम्ही अपंग पुनर्वसन केंद्र सुरू केलं. ज्या मुलांच्याकडे बघण्याचा दृष्टिकोन समाजाचा चांगला नसतो त्या मुलांना तळागाळातून आम्ही समाजात आणण्याचा प्रयत्न केला. त्यांना सक्षमीकरण दिलं, त्यांच्यासाठी व्यवसाय प्रशिक्षण दिलं. ज्यांना अपंग आहेत त्यांनी घर बसून व्यवसाय करतील. गरीब कुटुंबांना बघण्याचं म्हणजे चांगलं नसतं दृष्टिकोन, त्यांची प्रगती होत नसते. मग संस्थेकडून आम्हाला काऊंग प्रकल्प, लावलीहूड ह्या माध्यमातून आम्हाला गाई, म्हैस, शेळी पालनसाठी कर्ज स्वरूपात त्यांनी आम्हाला आर्थिक सहाय्य केलं. त्या ह्यानं गरीब कुटुंबाची, ह्या गावामधील गरीब कुटुंबाची आर्थिक प्रगती झाली. त्या बचत गटामार्फत संस्थेनं आम्हाला कर्ज दिलं. त्यामार्फत त्यांनी मुलांचं शिक्षण, लग्न असं त्यांनी ह्या गाई म्हैस पालन करून त्यांनी आपल्या कुटुंबाचा उदरनिर्वाह चालू केला. त्या आपल्या गावामध्ये 21 बचत गट आहेत, त्यामध्ये 350 महिला कार्यरत आहेत. त्या माध्यमातून आम्ही हा सावित्रीबाई फुले महिला उद्योग सुरू केला. प्रत्येक गटातील एक महिला घेऊन आम्ही महासंघ तयार केला. त्यामार्फत आम्ही कर्ज घेऊन त्याच्या अंतर्गत हे काम चालू केलं. ह्या महिला गरीब आहेत. गरीब महिलांच्याकडं म्हणजे त्यांच्याकडं प्रत्येक वेळेला असं हेनच बघायचं, ह्यांच्याकडे लक्ष देत नव्हते. हे किती केलं तर गरीबच आहेत, त्यांची आर्थिक प्रगती नव्हती, मुलांना शिक्षणाला पैसे मिळत नव्हते, त्यासाठी त्यांचं मुलांचं शिक्षण राहायचं. त्या महिला म्हणजे हेच होत्या. त्यांना मग ह्या प्रकल्पात आल्यामुळं आणि ह्या संस्थेने आम्हाला ह्या कर्ज स्वरूपात आपल्याला व्यवसाय सुरू करून दिला. ह्या महिला कधीही बाहेर पडलेल्या नाही आहेत, घरात बसूनच परिस्थितीशी झगडत बसलेल्या आहेत. आज काय व्हायचं, प्रत्येक वेळेला हात पसरायचे लोकांपुढं. पण आता ह्या महिला इथं कार्यरत असून म्हणजे काम करतात. महिलांना कमीत कमी 5-6 हजार पगार पडतो. त्या 5-6 हजारामध्ये त्यांनी मुलींचं शिक्षण, एका महिलेनं तर मुलीचं म्हणजे MA पूर्ण केलं, लग्न केलं. म्हणजे भरपूर महिला आता स्वावलंबी झाल्यात ह्या कामामुळं. म्हणजे गरीब महिला पण आता स्वावलंबी झालेत. ह्या म्हणजे सांगली मिशन सोसायटीनं आम्हाला एक चांगलं असं काय म्हणायचं देव भेटला. सांगली मिशन सोसायटीच्या अंतर्गत आम्हाला देव भेटला. देव शोधून मिळत नसतं, पण ह्यांनी गावामध्ये इतकं म्हणजे जे तळागाळातल्या महिलांना पाण्यासाठी दूर लांब जावं लागत होतं, त्यांच्यासाठी संस्थेनं आमच्या हे केलं, बोरवेल काढून दिल्या, पाण्याची सोय करून दिली. लांब काम पाण्याला जायला लागत होतं. परत मॅडमच्या ह्याच्यामुळं आम्हाला पुनर्वसनासाठी महिलांच्या उद्योगाची चालना मिळाली. प्रत्येक म्हणजे लघु उद्योगासाठी कानातलं बनवायचे, बांगड्या बनवणे, हे म्हणजे असं
त्यांनी व्यवसाय आम्हाला शिकवला. त्यामुळं महिला आता कार्यरत आहेत. फिनेल करणे, निरमा तयार करणे, साबण तयार करणे, अशा गोष्टी आम्हाला शिकवले. त्या महिलांची आता प्रगती झाल्या. त्यांनी स्वतः बिझनेस सुरू केला आहे. तयार करतात आणि बाहेर विक्री करतात. हे सर्व काही सांगली मिशन सोसायटीमुळंच आता साध्य झाले. मुलांच्यात प्रगती झाली. ह्या मुलांना बघण्याचा दृष्टिकोन चांगला नव्हता. त्या मुलांना आम्ही समाजात आणलं. त्यासाठी बचत गट केले, बालसंसद केलं. आता नॉर्मल मुलं ह्या मुलांच्याकडे चांगलं बघत नसतात, हेंबाळणाच करतात. मग त्यामुळं ह्या मुलांना घेऊन एकत्र खेळली, बागडली, ह्यांच्याबरोबर प्रशिक्षण घेतलं, त्यांच्यात सामावून घेतले. ह्या मुलांना त्यांनी सामावून घेतलं. गावानं पण ॲक्सेप्ट केलं. पालकांचं पुनर्वसन झालं. पालकांच्या गरीब अपंग मूल घरात आहे म्हटल्यानंतर त्यांची प्रगती होतच नाही. प्रत्येक वेळेला ते अपंग मुलाच्या हे नसते, घर मागं पडलेलंच असते. मग त्यासाठी आम्ही त्यांना आर्थिक सहाय्य देऊन घरात गाई घेऊन दिली, म्हैस घेऊन दिली. त्याच्या ह्यानं त्यांनी ते उदरनिर्वाह चालू केला त्यांच्या ह्यानं. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, അനന്തര ഗ്രാമത്തിലായിരുന്നുകൊണ്ട് ജോബിച്ചനും ടീമും സമൂഹത്തിലെ താഴേക്കിടയിൽ കിടക്കുന്നവരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുടെ എങ്ങനെയാണ് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ കേട്ടു, കണ്ടു, മനസ്സിലാക്കി. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ആ യേശുവിൻ്റെ സ്നേഹം അവരുടെ സാന്നിധ്യത്തിലൂടെ ഈ ഗ്രാമത്തിലായിരുന്നുകൊണ്ട് ആ യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇതാണ് സാമൂഹ്യ സേവനത്തിലൂടെ എങ്ങനെ യേശുവിന് സാക്ഷികളാകാം എന്ന് നമ്മൾ പഠിച്ചത്. ഇതാ ഇവിടെ ഈ ജോബിച്ചനും സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലൂടെ ഇവിടെ പ്രാവർത്തികമാക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നമുക്കിതൊരു പ്രചോദനമാണ്. നമ്മുടെ സാന്നിധ്യം, നമ്മൾ നൽകുന്ന ആ സ്നേഹം സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ കിടക്കുന്നവരെ കൈപിടിച്ചുയർത്തുന്നത് വഴിയായിട്ട് യേശുവിന് സാക്ഷികളാവുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളിപ്പോൾ മാൽഗാവ് എന്നൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മഹാരാഷ്ട്രയിലെ നമ്മൾ ഈ സാംഗ്ലി മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്ന ഒരു ബചത്ത് കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടുംബയോഗങ്ങളൊക്കെ ഇല്ലേ, അതുപോലുള്ള ഒരു ഇതാണ് ഇവിടെ ഈ ബചത്ത് കെട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ അടുത്തുള്ള ആൾക്കാർ, ഇവിടുത്തെ വനിതകളെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് അവരവരുടെ സ്വയം അവരെ സഹായിക്കുന്നതിന് അവരുടെ ഉദ്ധാരത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഗ്രൂപ്പാണിത്. എല്ലാ മാസവും ഇവർക്ക് ഇങ്ങനെയൊരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ഈ മീറ്റിങ്ങിലൂടെ ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഇവരുടെ തമ്മിലുള്ള അവരുടെ സ്നേഹബന്ധം വളർത്തുക, അവരുടെ സ്നേഹത്തെ കൂടുതൽ ചെയ്യുക. അങ്ങനെ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, ഇവരെല്ലാം ശത്രുതയൊന്നും ഇല്ലാതെ ഈ ഗ്രാമങ്ങളിൽ സ്നേഹം കൊണ്ടുവരിക. അതാണല്ലോ ഈശോ നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? പ്രിയ കടുകുമണി പ്രേക്ഷകരെ, സാമൂഹ്യ സേവനത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. സ്വയം സഹായത സമൂഹം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ എന്നറിയപ്പെടുന്നത് പോലെ സ്വയം സഹായത സമൂഹത്തിലൂടെ എങ്ങനെയാണ് ആ യേശുവിൻ്റെ സ്നേഹം, സുവിശേഷ മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. ഗ്രാമങ്ങളിലുള്ള ഏതാനും സ്ത്രീകളെ ഒന്നിച്ചു കൂട്ടുകയും അവർക്ക് വേണ്ടി ഗ്രൂപ്പുകളുണ്ടാക്കി എല്ലാ മാസവും ഒന്നിച്ചു ചേരുകയും അവർക്കുണ്ടാകുന്ന സമ്പാദ്യങ്ങളിൽ ഒരു തുച്ഛമായ തുക അത് ഇവരൊരു ബാങ്ക് പോലെ ഒന്നിച്ച് സൂക്ഷിക്കുകയും അവർക്ക് ആവശ്യം വരുമ്പോൾ അത് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. അതുവഴിയായി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് മിഷണറിമാർ പരിശ്രമിക്കുന്നത്, അവരെ കൊണ്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒത്തുചേരൽ പരസ്പര സ്നേഹവും കൂട്ടായ്മയും വളർത്തുവാൻ വേണ്ടി ഇവരെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്ത് അതിൽ അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുകൂടി അവർ ഈ മീറ്റിങ്ങുകളിൽ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴിയായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒന്നിച്ച് ചേരുന്നു, ആ യേശുവിൻ്റെ സ്നേഹം, യേശു പറഞ്ഞതുപോലെ ഒന്നിച്ച് കൂടി, ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഒന്നിച്ച് ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകുന്ന വഴിയായിട്ട് ആ ക്രിസ്തീയ മൂല്യങ്ങൾ, ദൈവസ്നേഹം ഇവരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ മിഷണറിമാർ ചെയ്യുന്നത്. കടുകുമണി കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സാംഗ്ലി മിഷനിൽ
മഹാരാഷ്ട്രയിലെ കോലാപൂർ ജില്ലയിലെ ഹെർലെ എന്ന് പറയുന്ന വില്ലേജിലാണ്. ഇവിടെ നടക്കുന്നത് സ്വാവലംബൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രോഗ്രാമിലെ ഒരു ആക്ടിവിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ തൊഴിൽ പഠിപ്പിച്ച് അവർക്ക് ഉപജീവനത്തിനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു ജോലിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 36 സ്ത്രീകളുണ്ട്. അതിൽ 95% സ്ത്രീകളും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളാണ്. അവർക്ക് ഈ വില്ലേജിലുള്ള മറ്റ് യാതൊരു വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്ത് വന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ഒരു തൊഴിൽ, അവർക്ക് എന്തെങ്കിലും ഉപജീവനത്തിനായിട്ടുള്ളൊരു മാർഗം അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് പഠിക്കണമെന്ന് പറയുകയും നമ്മൾ ഇവിടെ ഒരു ടീച്ചറിനെയും അതുപോലെ തന്നെ ടെയിലറിംഗ് മെഷീനും കൊടുത്ത് 3 മാസത്തെ ഒരു കോഴ്സാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ജാതി മത വർഗവർണ്ണ ഭേദമന്യേ എല്ലാ തരത്തിലുമുള്ള വ്യക്തികളിലേക്കും, പ്രത്യേകിച്ച് അവശരായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സ്ത്രീകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, പ്രിയ കടുകുമണി കൂട്ടുകാരെ, നാം ഇന്നായിരിക്കുന്നത് സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലെ സോഷ്യൽ ആക്ഷൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട റോഷൻ കുഴുപ്പള്ളി അച്ഛനോടൊപ്പമാണ്. സാമൂഹ്യ സേവനത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ നമുക്ക് ഇത് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് സാംഗ്ലി മിഷൻ സൊസൈറ്റിയുടെ സോഷ്യൽ ആക്ഷൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട റോഷൻ കുഴുപ്പള്ളി അച്ഛൻ. നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ തന്നെ നമ്മളോട് പറഞ്ഞു തരും എങ്ങനെയാണ് ഈ സാമൂഹ്യ സേവനത്തിലൂടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ യേശുവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത്, അച്ഛൻ എന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്യുന്നതെന്നും അതുവഴിയായിട്ട് എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്നും നമുക്ക് അച്ഛനിലൂടെ ശ്രമിക്കാം. സാംഗ്ലി മിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാംഗ്ലി മിഷൻ 1990 തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ വളരെ മനോഹരമായിട്ട് യേശുവിനെ പല രീതിയിൽ പ്രഘോഷിക്കുവാനായിട്ടുള്ള പ്രയത്നത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി സമന്വയ എന്ന പേരിൽ 2000 പല സ്കൂളുകൾ തുടങ്ങി. നമുക്ക് സാംഗ്ലി മിഷനിൽ 4 സ്കൂളുകൾ, അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിയുള്ള യുവാക്കൾക്ക് വേണ്ടി ഒരു സ്ഥാപനം, അതുപോലെ തന്നെ തീരെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ലാത്ത എന്ന് പറഞ്ഞാൽ സിവിയർലി ഡിസേബിൾഡായിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം. അങ്ങനെ 6 സ്ഥാപനങ്ങൾ നമ്മൾ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി 2000 മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചു വരുന്നു, 4 ജില്ലകളിലായിട്ട്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ കളക്ടർ, CEO, തഹസിൽദാർ, തലാട്ടി അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ട് അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് അവരുടെ റൈറ്റ്സ് നമ്മൾ നേടിക്കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് സമർത്ഥൻ എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീംസ് ഉണ്ട്, HIV ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീംസ് ഉണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്കീംസ് ഉണ്ട്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതുണ്ട്, സീനിയർ സിറ്റിസൻസിന് വേണ്ടിയുണ്ട്. ഇതെല്ലാം നമ്മൾ അതിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾ അധികാരികളെ കണ്ട് അവരെ സെൻസിറ്റൈസ് ചെയ്ത് നമ്മൾ ജനങ്ങളിലേക്ക് പലതരത്തിലുള്ള ബെനിഫിഷ്യറി ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സഹായം എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, കൂട്ടുകാരെ, സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ കിടക്കുന്നവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സുവിശേഷ മൂല്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ സാമൂഹ്യ സേവനത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകുന്നത് എന്ന് ബഹുമാനപ്പെട്ട റോഷനച്ചൻ നമ്മളോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനമാണ്. ഈ സമൂഹത്തിൽ ഇവരോടൊത്തായിരുന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ
ആ യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട റോഷനച്ചനും അവരുടെ ടീമും. തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ എങ്ങനെയാണ് യേശുവിന് സാക്ഷികളാകാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലായി. ഇത് നമുക്കൊരു പ്രേരണയാകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സാമൂഹ്യ സേവനത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു. യേശുവിന് എങ്ങനെ സാക്ഷികളാകാം സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ, ഇത് നമ്മൾ ഇന്ന് കണ്ടു, പഠിച്ചു, അനുഭവിച്ചു. ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് പ്രണിത എന്നു പേരുള്ള അൽഫോൻസയോടൊപ്പമാണ്. ഇവിടുത്തെ നമ്മളിന്ന് കണ്ട മിഷൻ പ്രദേശങ്ങളിലൂടെ പോയപ്പോൾ കണ്ട മിഷണറിമാരോടൊപ്പം ജോലി ചെയ്യുകയായിരുന്ന പ്രണിത, അച്ഛന്മാരുടെ സേവനവും പ്രേക്ഷിതരുടെ സേവനവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും സേവനവും അതോടെ കാരുണ്യ പ്രവർത്തികളും സാമൂഹ്യ സേവനവും കണ്ട് അതിൽ ആകർഷിതയായി വിശ്വാസത്തിലേക്ക് വരുവാൻ വേണ്ടി താല്പര്യം കാണിക്കുകയും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത പ്രണിതയാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ഈ പ്രണിത അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ച് വിശ്വാസത്തിൽ വളർന്ന് ഇന്ന് അൽഫോൻസയായി തീർന്നിരിക്കുകയാണ്. അൽഫോൻസ ഇന്ന് അച്ഛന്മാരോടൊപ്പം പ്രേക്ഷിതരോടൊപ്പം ഗ്രാമങ്ങളിൽ പോയി സാമൂഹ്യ സേവനത്തിൽ പങ്കുചേരുകയാണ്. അതുവഴിയായി യേശുവിനെ മറ്റുള്ളവർ കൊടുക്കുകയാണ്, യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവർ കൊടുക്കുകയാണ്. നമുക്ക് പ്രണിതയോട് തന്നെ, അൽഫോൻസയോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ യേശുവിലോട്ട് ആകർഷിതയായതെന്നും എങ്ങനെയാണ് ഇന്ന് സാമൂഹ്യ സേവനത്തിലൂടെ യേശുവിനെ മറ്റുള്ളവർ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. मैं अंबेरे में थे सिस्टर लोगों के साथ, उनका जो कार्य है, महान कार्य, वो देख के मुझे ऐसा मन में आया कि मैं भी इनकी तरह काम करूँ, उनके तरह ये जो संदेशा दूसरों को भेजते हैं, दूसरों को अच्छा काम यीशु के द्वारा करते हैं, वो भी मैं करना चाहती थी. इसलिए मैं ईश्वर के लिए मैं भी ये काम करूँ, ऐसे मन में आया. अभी फादर के इधर में सोशल एक्शन में काम करती हूँ अच्छा से. मैं भी इनकी तरह एक ईश्वर का अच्छा संदेश दे दूँगी और इनकी तरह फादर और सिस्टर की तरह मैं भी अच्छा काम करूँगी. പ്രണിത അൽഫോൻസ നമ്മളോട് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ ശ്രവിച്ചു. ഇവിടുത്തെ മിഷണറിമാർ പ്രേക്ഷിതർ ചെയ്യുന്ന കാര്യങ്ങളിൽ കണ്ട് പ്രചോദിതയായി, ആകർഷിതയായി, അവരെപ്പോലെ ആയിത്തീരുവാൻ വേണ്ടി, മിഷണറി ആയിത്തീരുവാൻ വേണ്ടിയുള്ള ആഗ്രഹം. ഇതാണ് പ്രിയ കടുകുമണി പ്രേക്ഷകരെ, കടുകുമണി കൂട്ടുകാരെ, നമ്മളും ആഗ്രഹിക്കുന്നതും പഠിക്കുന്നതും പഠിച്ചതും. സാമൂഹ്യ സേവനത്തിലൂടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക, മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് നമ്മളോട് ആയിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ വഴിയായി, സാമൂഹ്യ സേവനങ്ങൾ വഴിയായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ പ്രവൃത്തികൾ വഴിയായി ഇതുപോലെ കുറേ അൽഫോൻസാമാരെ, കുറേ പ്രണിതമാരെ നമുക്കും ഉണ്ടാകാം. യേശുവിലേക്ക് അടുപ്പിക്കാം. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആകുവാൻ വേണ്ടി നമ്മൾ കടുകുമണി അപ്പസ്തലോയിലൂടെ ആരംഭിച്ച ആ പ്രേക്ഷിത യാത്ര, ജൈത്രയാത്ര, ഇന്ത്യയുടെ തന്നെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം, വിശുദ്ധ ശരീരം അടക്കം ചെയ്യപ്പെട്ട
ഈ പുണ്യഭൂമിയിൽ അവസാനിക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് നമ്മൾ പഠിച്ചു. സഭ ഒരു ആരാധനാ സമൂഹമാണെന്ന് നമ്മൾ പഠിച്ചു. സഭ ഒരു വിശ്വാസ സമൂഹമാണെന്ന് നമ്മൾ പഠിച്ചു. പ്രേക്ഷിത യാത്രയിലൂടെ ഇതെല്ലാം എങ്ങനെയാണ് പ്രേക്ഷിതർ അവരുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നമുക്കും പ്രേക്ഷിതരാകാം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരെ പോലെ യേശുവിന് സാക്ഷ്യം നൽകാം. പ്രഘോഷണത്തിലൂടെ, സാമൂഹ്യ സേവനത്തിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ നമുക്കും പ്രേക്ഷിതരാകാൻ ശ്രമിക്കാം. 5 മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയിലൂടെ നമുക്ക് യേശുവിനെ അല്ലെങ്കിൽ പ്രേക്ഷിതരായി തീരാം. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രേക്ഷിതരാകാൻ സാധിക്കും. പ്രേക്ഷിത ദൈവവിളികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, നമ്മിൽ തന്നെ പ്രേക്ഷിത ദൈവവിളി ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പ്രേക്ഷിത ദൈവവിളി ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രേക്ഷിതരാകാൻ ശ്രമിക്കാം. മൂന്നാമതായിട്ട് മിഷൻ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് പ്രേക്ഷിതരാകാൻ വേണ്ടി ശ്രമിക്കാം. അതുവഴിയായിട്ട് ആ പ്രേക്ഷിതരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളും ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം പ്രേക്ഷിത മേഖലകളിൽ ആയിരുന്നുകൊണ്ട് നമുക്ക് പ്രേക്ഷിതരാകാൻ ശ്രമിക്കാം. 5ാമതായിട്ട് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് നമുക്കും പ്രേക്ഷിതരാകാം. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, നമുക്ക് ഈ ജൈത്രയാത്ര ആരംഭിക്കാം, തുടർന്നുകൊണ്ടേയിരിക്കാം. നമുക്കും മിഷണറിമാരായി തീരാം. എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കൂട്ടുകാരോടൊപ്പം ചേർന്ന് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കണ്ടു. എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് യേശുവിനെ എത്തിക്കുന്നത്, യേശുവിന് സാക്ഷികളാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കും പ്രേക്ഷിതരാകാം. പ്രാർത്ഥനയിലൂടെ ദൈവവിളികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, മിഷൻ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട്, കൂടുതൽ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ മിഷൻ പ്രദേശങ്ങളായിരുന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് നമുക്കും പ്രേക്ഷിത യാത്ര അല്ലെങ്കിൽ പ്രേക്ഷിതരായി തീരാം. പ്രേക്ഷിത യാത്ര തുടരാം. കടുകുമണി അപ്പസ്തലോയ്, അയക്കപ്പെട്ടവർ. നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരായി തീരാം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ. കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.